നിങ്ങൾക്കറിയാതിരിക്കാം, കേരളത്തിൽ ഇപ്പോൾ പവർ കട്ടില്ല. അത്രയേ ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുമ്പം നിങ്ങൾ എൻ്റെ മാതാപിതാക്കളെ മനസ്സിൽ ധ്യാനിക്കേണ്ട, അവിടെ ഓഫീസിലുള്ളവരെ വിളിച്ചിട്ട് അതെങ്ങനെയാ അറിയുക? കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എല്ലാവർക്കും ഇറിറ്റേഷനാണ് കറണ്ട് പോകുമ്പം. ഇപ്പം ഞങ്ങളതിനെ വളരെ രസമായിട്ട് കറണ്ട് പോയി കഴിയുമ്പം എണ്ണാൻ തുടങ്ങും. 1, 2, 3, 15ാമത്തേൽ കറക്റ്റായിട്ട് കറണ്ട് വരും. അത് ഭയങ്കര അത്ഭുതമല്ല. അതെന്താ വെച്ചാൽ ജനറേറ്റർ സെറ്റ് ചെയ്തിരിക്കണം അങ്ങനെയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ 15ാമത്തെ സെക്കൻഡിൽ സ്റ്റാർട്ടാവും. പിന്നെ സ്റ്റാർട്ടായിട്ട് 15ാം സെക്കൻഡിൽ കറണ്ട് വരും. അപ്പോൾ ആ എണ്ണാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ആൾക്കാർക്കൊരു ഹരമാണ്, അല്ലെങ്കിൽ ദേഷ്യമാണ് വരിക. കറണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലിപ്പാവുകയും ചെയ്യും. പക്ഷേ ഇന്നലെ നമുക്ക് ഒരുപാട് പരിപാടികൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ചില സമയത്ത് അങ്ങനെ തിരക്കുള്ളപ്പോൾ എല്ലാ തിരക്കും കൂടെ ഒന്നിച്ചാൽ വരിക. അവിടെ NSSൻ്റെ ഒരു കുട്ടികളുടെ ക്യാമ്പ് നടക്കുന്നുണ്ട്, വേറെ ചെറിയ കുട്ടികളുടെ 1 മാസത്തെ ക്യാമ്പ് നടക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ടേണിംഗ് പോയിൻ്റ് നടക്കുന്നുണ്ട്, വേറൊരു മെസ്മറിസത്തിൻ്റെ ഒരു ക്ലാസ് ഹരിദ്വാറിൽ മറ്റൊരാൾ വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്നലെ താമസിക്കാൻ സ്ഥലമില്ലാതെ ഫാം ഹൗസിലായിരുന്നു. ഇന്നലെ രാത്രി കറണ്ട് പോയതാണ്, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പം നമ്മളും വീട്ടിൽ കറണ്ട് പോയി എന്താ ചെയ്യുക? ഓ, അവിടെയും കറണ്ടില്ല, ഒരു സമാധാനം. അപ്പോൾ അവിടെ ഇതുവരെയായിട്ടും കറണ്ടില്ല എന്ന് ഓർക്കുമ്പം നമുക്കൊരു സമാധാനം. അറ്റ്ലീസ്റ്റ് ഫാനെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നലിലൊക്കെ ഇരിക്കാം. ഇടയ്ക്കൊക്കെ പോവും. നമുക്ക് ചികിത്സനെ പറ്റി പറയുമ്പം ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴും റിലേറ്റഡ് ടു സിക്നസ് ആണ്. സിക്നസ് ആവശ്യമാണ്. ആർക്ക്? അതുകൊണ്ട് ജീവിക്കുന്നവർക്ക്. അല്ലാതെ നമുക്കല്ല ആവശ്യം, അതുകൊണ്ട് അയ്യോ, ഇത് CK പ്രഹ്ലാദ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനുണ്ട്, മരിച്ചുപോയി അദ്ദേഹം, കോയമ്പത്തൂരിനായിരുന്നു. അദ്ദേഹം ഹാർവർഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ബോംബെയിലത്തെ സ്ലമ്മുകളെ കുറിച്ചൊരു സ്റ്റഡി നടത്തി. എന്നിട്ട് പറഞ്ഞു, അവിടെ സ്ലം ക്ലിയറൻസ് ബോർഡുണ്ട്. ആ ബോർഡ് ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ സ്ലമ്മുകൾ മാറില്ല. കാരണം സ്ലം മാറിയാൽ പിന്നെ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് അവരൊരിക്കലും ആ സ്ലമ്മുകളെ ക്ലിയർ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നിട്ട് പറഞ്ഞ പുള്ളി ഭയങ്കര റെക്കമെൻഡേഷനായിട്ട് കൊടുത്തത്, അവിടെ സ്ലം ക്ലിയറൻസ് വരണം എന്നുണ്ടെങ്കിൽ ഈ സ്ലം ക്ലിയറൻസ് ബോർഡിനോട് ഇത്രയും നാളുകൊണ്ട് ഇത് തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ ശമ്പളവും പെൻഷനും എല്ലാം അതിൻ്റെ കൂടെ എത്രയോ ഇരട്ടിയും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ സ്ലം ഇല്ലാണ്ടാവും. എന്ന് പറയണത് പോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ലോബികളാണ്. പല പല ലോബികളാണ്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ എക്സിസ്റ്റൻസ് ആവശ്യമാണ്. ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നാണ്, നിങ്ങൾക്കറിയാം, ഒരു കോളേജാണ് നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ കോളേജുകാരെ എല്ലാവരെയും കാണും, പറയും അസോസിയേഷനൊക്കെ വരുമ്പം അത് നമ്മൾ ഇവിടെ നിന്നുള്ള എല്ലാം ഭയങ്കര ലോബികളാണ്. കാരണം ഇവിടെ നിന്നുള്ള അഡ്മിഷൻ മുഴുവൻ പോകുന്നത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും. വാഴ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. വാഴ